ഹായ് ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? അൽഹംദുലില്ലാ ഞാൻ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചിട്ടാണ്, നമ്മുടെ മെൻസ്ട്രുവൽ കപ്പ്. ഓക്കെ, അപ്പം ഞാൻ ഇന്നലെ ഇതിനെക്കുറിച്ചൊരു വീഡിയോ അപ്ലോഡ് ചെയ്തതായിരുന്നു. പക്ഷേ അത് സൗണ്ട് ഇല്ല എന്നും പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ഇട്ടു. അപ്പം ഞാനത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഇതിനെക്കുറിച്ചിട്ട് ഞാൻ വാദവരാണ്ട് ഇത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന് അൽഹംദുലില്ലാ നല്ല രീതിയിൽ പിന്നെ ആ വീഡിയോക്ക് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി മാത്രമല്ല, ഞാനിത് എൻ്റെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട് ഈ ഒരു മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്യണം എന്ന് തന്നെയാണ്. പക്ഷേ ഞാനിത് യൂസ് ചെയ്ത് 1 ഇയർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് തീരെ ഉപേക്ഷിച്ചു. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ പറഞ്ഞില്ലേ, ആദ്യം എനിക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു എന്താ പറയുക, പിന്നെ നല്ല രീതിയിൽ എനിക്ക് യൂസ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ആ സമയത്ത് സ്കൂളും കൂടെ പോകുന്ന സമയം, വർക്കിന് പോകുന്ന ടൈമായിരുന്നു. അപ്പം പിന്നെ ആ സ്കൂളിൽ പോകുന്ന സമയത്ത് അതുപോലെ രാത്രി എനിക്ക് പാട് വെച്ചാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കിടന്നുറങ്ങാനൊക്കെ. അപ്പം പിന്നെ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ നന്നായിട്ട് എനിക്ക് ഉറക്കം കിട്ടുന്നുണ്ട്, ഒക്കെ റെഡിയായിട്ട് നല്ല രീതിയിൽ എനിക്കത് ഈ ഒരു സാധനം വാങ്ങി കഴിഞ്ഞു കൊണ്ട് പിന്നെ യൂസ്ഫുൾ തന്നെയായിരുന്നു. ഇപ്പോഴും ഇത് ഇറക്കിയ കമ്പനീനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇത് അപ്പാടെ ഉപേക്ഷിക്കണം എന്നൊന്നും ഞാൻ ആരോടും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് എൻ്റെ ബോഡിക്ക് ഇപ്പോൾ ഇത് എന്താ പറയുക, അത്ര നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അതിനുള്ള റീസൺ എന്ന് വെച്ചാൽ, ഞാനിത് 1 ഇയർ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ട് പിന്നീട് എനിക്ക് പിന്നെ ഉപയോഗിക്കത്തോളം എന്താ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വയറുവേദന, ബാക്ക് പെയിൻ. സാധാരണ നോർമലി എനിക്ക് ഉപയോഗിച്ച ടൈമിൽ ഇങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. പിന്നെ അത് മാത്രമല്ല, ഇത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് വജനയുടെ 2 സൈഡും ഭയങ്കരമായിട്ടുള്ള വേദന, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പൊതുവെ ഞാൻ ചെറിയ കാര്യത്തിന് പോലും ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെത്. അപ്പം ഞാനിതിങ്ങനെ ഇതുവരെ ഇല്ലാത്തൊരു സാധനം പെട്ടെന്ന് ഇതെന്താ ഇങ്ങനെ വന്നെന്ന് നമ്മളിതിങ്ങനെ ഓർക്കുന്നില്ലല്ലോ. ഇത് വെച്ചതിൻ്റെ കാരണം കൊണ്ടാണ് ഇത് ഇങ്ങനെ വരുന്നത് നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല. അപ്പം ഇതിങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് തന്നെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അവരൊക്കെ പറയാൻ തുടങ്ങി, അത് ഇതുവരെ നിങ്ങൾക്ക് വയറുവേദനയൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ, ബാക്ക് പെയിനൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ, ഇനി നമ്മൾ ഓരോരോ ഏജിലും നമുക്ക് ഓരോരോ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടായിരിക്കുന്നുള്ളൂ. അപ്പം ഓരോരോ ഏജിലും എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകുന്നത്, അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയാണെന്ന് കരുതിയിട്ട് വീണ്ടും ഞാൻ ഇതന്നെ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. പക്ഷേ ഇത് യൂസ് ചെയ്യാണ്ട് പാട് മാത്രം ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, എനിക്കിത് വജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ ഭയങ്കരമായിട്ടിത് താഴേക്ക് വരുമ്പോൾ ഒരു ഫീലിങ്സ്, അങ്ങനെ ഒരുപാട് സിംറ്റംസ് എനിക്ക് വരാൻ തുടങ്ങി. കുറേ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലത്തെ കുറേ കാര്യങ്ങൾ എൻ്റെ ബോഡിക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ഞാനിത് എന്നൊക്കെ 1 മാസം ഞാനിത് മാറ്റി വെച്ചിട്ട് 1 മാസം പാട് ഉപയോഗിച്ച്. അപ്പോൾ ആ സമയത്ത് അങ്ങനത്തെ പ്രശ്നവുമില്ല. അപ്പോൾ എനിക്ക് തോന്നി പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു കാരണക്കാരൻ ഇതാണെന്ന് തന്നെ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. ഞാനിതിപ്പോൾ സത്യം പറഞ്ഞാൽ യൂസ് ചെയ്യുന്നില്ല. പിന്നെ കുറേ പേര് പറയായിരിക്കും പിന്നെ നല്ല രീതിയിൽ നീറ്റ് ചെയ്ത് ഉപയോഗിക്കാത്തത് കൊണ്ടായിരിക്കും. ഒരിക്കലും അല്ല, ഞാൻ നല്ല രീതിയിൽ പിന്നെ നീറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇത് യൂസാക്കുന്നത്. കാരണം ഇതാണ് ഇത് ഒരു സിലിക്കമോൺ ടൈപ്പാണ്. അപ്പം ഇത് പിന്നെ നല്ല തിളക്കുന്ന വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് എത്രത്തോളം നമുക്ക് വെച്ചാൽ ഇത് നമ്മുടെ വജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അവിടെ ഒരുപാട് പിന്നെ ഫംഗസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ളൊരിടാണ് പിന്നെ നമ്മുടെ വജൈന എന്ന് പറയുന്നത്. അപ്പം അത് എത്രത്തോളം നല്ല രീതിയിൽ കെയർ ചെയ്യണം എന്നുള്ളൊരു കാര്യം എനിക്കറിയാം. അപ്പോൾ ആ രീതിയിലൊക്കെ ഞാൻ നല്ല രീതിയിൽ നീറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പിന്നെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാനിത് കുറച്ച് നാളായിട്ട് ഞാൻ തീരെ യൂസ് ചെയ്യുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. പിന്നെ ഞാൻ ഇത് സൈസിൻ്റെ പ്രശ്നമൊന്നും അല്ല, സൈസിൻ്റെ പ്രശ്നം കൊണ്ടും അല്ല ഇത് ഇങ്ങനെ പിന്നെ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പം സൈസിൻ്റെ പ്രശ്നം കൊണ്ടും അല്ല ഇങ്ങനെയൊന്നും സംഭവിക്കുന്നത്. ഞാനിത് പറഞ്ഞത് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റീസണും, ഇത് ആർക്കെങ്കിലും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുറേ സിംറ്റംസ് കാണുന്നുണ്ടെങ്കിൽ, ഇത് ഉപയോഗിക്കുന്ന സമയത്താണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. പിന്നെ അങ്ങനെ ആർക്കെങ്കിലും പിന്നെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക കേട്ടോ. പിന്നെ മറ്റൊന്ന്, ഇത് പിന്നെ ചിലർക്ക് ഇത് നന്നായിട്ട് പിന്നെ ബോഡിക്ക് ഒരു പ്രശ്നങ്ങളില്ലാണ്ട്, കംപ്ലൈൻറ്റ് ഇല്ലാണ്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഉപയോഗിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, കമൻറ്റ്
ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പം വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ ബൈ സി യു. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. എനിക്ക് വെള്ളപ്പൊക്കിൻ്റെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഇല്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നന്നായിട്ട് വെള്ളപ്പൊക്കിൻ്റെ പ്രശ്നം. ഞാൻ ചില സമയത്ത് വിചാരിക്കും പാൻറ്റീസിലൊക്കെ ഇത് പിന്നെ പീരീഡ് സായോ എന്ന് വിചാരിച്ചിട്ട് വരെ ഞാൻ ടോയ്ലറ്റിൽ പോയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത് ഉപേക്ഷിച്ച് പിന്നെ ആ ഒരു പ്രശ്നവും വെള്ളപ്പൊക്കിൻ്റെ പ്രശ്നങ്ങളും എനിക്ക് ഇല്ലാണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഓക്കെ ബൈ.